السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. الحمد لله. നമ്മൾ ടിപ്സ് അല്ലേ, നമ്മൾ എൽമിനെ അമലാക്കി മാറ്റാനുള്ള ടിപ്സുകളെ കുറിച്ചും അതിൻ്റെ അപ്രോച്ചിനെ കുറിച്ചൊക്കെ സംസാരിക്കുകയായിരുന്നു. ഇടയ്ക്കൊരു ബ്രേക്ക് വന്നിട്ടുണ്ടായിരുന്നു, ഇന്നലെ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. കാര്യമായിട്ട് എന്ത് പറയണം എന്നുള്ള ഒരു ഐഡിയ കിട്ടുന്നുണ്ടായിരുന്നില്ല സത്യം പറയുകയാണെങ്കിൽ. എന്തായാലും ഞാൻ പറയാം. അതായത് ചില കാര്യങ്ങളൊന്ന് ഹൈലൈറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചു. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യാൻ പോണത് ഭയങ്കര ടഫായിട്ടുള്ള ഒരു ടാസ്ക്കാണ്. ഇൻഷാ അള്ളാ നിങ്ങളത് ചെയ്യാൻ വേണ്ടി നിയത്ത് വെക്കുന്നുണ്ടെങ്കിൽ. നമ്മൾ റോക്കറ്റ് ലോഞ്ചിങ്ങിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, റോക്കറ്റ് ലോഞ്ച് ചെയ്യുന്നതിനേക്കാളും ടഫായിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്യാൻ പോണത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. തുടക്കത്തിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടാവും, ഒരുപാട് നമ്മളുള്ളിൽ നിന്ന് തന്നെ ഒരുപാട് വസ്വസുകളുണ്ടാവും, നഫ്സിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടാവും, ഇബ്ലീസിൻ്റെത് ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. അപ്പം സത്യം പറയുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ടൈം, ദ വൈസസ്റ്റ് സമയമാണ് റമളാൻ. അൽഹംദുലില്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഖദറും അള്ളാഹുവിൻ്റെ തൗഫീഖുമാണ് ഈ ഒരു സമയത്ത് നമുക്കിത് തോന്നുന്നതും അല്ലേ. ഇത് നമുക്ക് എളുപ്പമാക്കാൻ വേണ്ടി തന്നെയാണ്. കാരണം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഏറ്റവും ബെസ്റ്റ് അമലുകൾ ചെയ്യാൻ വേണ്ടി സാഹചര്യങ്ങൾ ഒരുക്കുന്ന ഏറ്റവും ബെസ്റ്റ് ടൈം റമളാനാണ്. ഏറ്റവും ഈസി ടൈം റമളാനാണ്. കാരണം ഇബ്ലീസിന്റെ ചലഞ്ചുകൾ വളരെ മിനിമം ആയിരിക്കും, അതിൻ്റെ കൂടെ പ്രതിഫലം ധാരാളം. അതുകൊണ്ട് നമുക്കൊരു അട്രാക്ഷൻ ധാരാളമാണ് അമലുകൾ ചെയ്യാൻ വേണ്ടിയിട്ടില്ലേ. അപ്പം അത് ഈ തടസ്സങ്ങൾ ഉണ്ടാവുന്ന മനസ്സിൽ വെച്ചുകൊണ്ട് ദുആ ചെയ്യാം. ഈ ഒരു പുതിയ യാത്ര എളുപ്പമാക്കാൻ റബ്ബിൻ്റെ അടുത്ത് സഹായം തേടിക്കൊണ്ടേയിരിക്കുക. അള്ളാഹിൻ്റെ ഹെൽപ്പ് ഇല്ലാണ്ട് നമുക്ക് പറ്റൂല. അള്ളാഹിൻ്റെ ഹെൽപ്പ് ഇല്ലാണ്ട് നമുക്ക് എൽമും കിട്ടൂല. അള്ളാഹിൻ്റെ ഹെൽപ്പ് ഇല്ലാണ്ട് കിട്ടിയ എൽമിനെ അമലാക്കാനും പറ്റൂല. അതുകൊണ്ട് അള്ളാഹിൻ്റെ അടുത്ത് അത് പറഞ്ഞുകൊണ്ടേയിരിക്കുക. റബ്ബേ നീ ഇല്ലാണ്ട് പറ്റൂല, നിന്റെ സഹായം ഇല്ലാണ്ട് പറ്റൂല എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു സഹ്ല, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. എപ്പോഴും അക്നോളജ് ചെയ്തുകൊണ്ടേയിരിക്കുക, റബ്ബേ നിന്റെ സഹായം ഇല്ലാണ്ട് എന്നെ കൊണ്ട് പറ്റൂല. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ടിപ്പുണ്ട് ഈ ഒരു കാര്യത്തിൽ. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഒരു ജേർണിയിൽ എനിക്ക് ഭയങ്കര അമേസിംഗ് ആയിട്ട് തോന്നിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ കഴിഞ്ഞ ദിവസത്തെ പോഡ്കാസ്റ്റ് ഞാൻ തന്നെ ഒന്ന് കേട്ട് നോക്കായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ കുറച്ചങ്ങോട്ട് എഴുതി കഴിയുമ്പോൾ നമ്മൾ പഴയ നോട്ട്സ് എടുത്ത് ഒന്ന് വായിച്ചു നോക്കണം, എന്നിട്ട് ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. സുബ്ഹാനല്ലാഹ്. ഞാൻ ഏകദേശം കഴിഞ്ഞ കൊല്ലത്തിന് മുമ്പേ വരെ ഈ നോട്ട്സ് കുറച്ചു കാലം എൻ്റെ ഫോണിൻ്റെ ലോക്ക് നോട്ട്സിലായിരുന്നു എഴുതാറ്. അപ്പം അങ്ങനെയുള്ള ഒരു നോട്ട് ഞാനിങ്ങനെ ജസ്റ്റ് തുറന്നു നോക്കി. സുബ്ഹാനല്ലാഹ്, എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. അള്ളാഹു സുബ്ഹാനഹു വതആല എങ്ങനെയാണ് എന്നെ ഗൈഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത് ഇവിടം വരെ. എത്ര യൂ ടേൺസ് ആണ് എന്നെ കൊണ്ട് എടുപ്പിച്ചിട്ടുള്ളത് ഈ ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. എൻ്റെ ഒരു 0% കഴിവ് പോലും അതിനകത്ത് ഉണ്ടായിരുന്നില്ല. കാരണം ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, ഇന്നതൊക്കെ ആണെന്ന് എനിക്ക് അറിയൂലായിരുന്നു. പലതും ട്രൈ ചെയ്ത് നോക്കുമായിരുന്നു. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എൻ്റെ പഴയ ഒരു നോട്ട്, അതിനകത്ത് കുറേ സ്റ്റഡി പ്ലാനുകൾ ഇട്ട് വെച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, അതിനകത്ത് മാസ്റ്റേഴ്സ് ചെയ്യണമെന്ന് വരെ, ഇസ്ലാമിക് സ്റ്റഡീസിൻ്റെ മാസ്റ്റേഴ്സ്, അതുപോലെ കുറേ അഡ്വാൻസ്ഡ് ടോപ്പിക്കുകൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ലോങ് ടേം പ്ലാൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ചെയ്തു വെച്ചിട്ടുണ്ട്. വേറൊരു നോട്ടിനകത്ത് ഞാൻ ഹെൽപ്ലെസ് ആയിട്ടുള്ള, എനിക്ക് റബ്ബെ നിന്റെ ഹെൽപ്പ് വേണം, ഞാൻ ചെയ്ത് നോക്കിയിട്ട് പറ്റുന്നില്ല റബ്ബെ എന്ന് ഉള്ള കുറേ കാര്യങ്ങൾ പോയിന്റ് ഇട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്, അതിനകത്ത് ഏറ്റവും മുകളിലുണ്ട് 2 പോയിന്റ്സ്. ശരിക്കും കണ്ടു കഴിഞ്ഞപ്പോൾ കരഞ്ഞുപോയി ഞാൻ. കാരണം ഖുർആൻ ചിന്തിക്കാതെ ഓതി തീർക്കുന്നതിനെ കുറിച്ച് ഐ എം വറീഡ്. സുബ്ഹാനല്ലാഹ്, വറീഡ് അബൌട്ട് റിസൈറ്റിംഗ് ഖുർആൻ വിതൗട്ട് തിങ്കിങ് ആൻഡ് റിഫ്ലെക്റ്റിംഗ് അബൌട്ട് ഇറ്റ്. അതായിരുന്നു പോയിന്റ്. എപ്പോൾ എഴുതിയതാണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല, എന്തായാലും ഒരു 2 കൊല്ലത്തിന് മുമ്പ് എഴുതി വെച്ചതാണ്. സുബ്ഹാനല്ലാഹ്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, ഹൗ കെൻ ഐ ക്രൈ വൈൽ റിസൈറ്റിംഗ് ഖുർആൻ ഇൻ സലാ. നമസ്കാരത്തിൽ എനിക്ക് ഓർമ്മയുണ്ട്, കോവിഡിന്റെ സ്റ്റാർട്ടിങ് സമയത്ത് നമ്മൾ വീട്ടിൽ വെച്ചിട്ട്, അന്ന് പള്ളിയിലൊന്നും പോകാത്ത സമയത്ത്, തറാവീഹ് വീട്ടിൽ നിന്ന് നിസ്കരിച്ച് തുടങ്ങുന്ന ഒരു സമയത്ത് ഉമ്മയുടെ കൂടെ നിസ്കരിക്കുമ്പോൾ ഉമ്മ ഇങ്ങനെ ഓതുമ്പോൾ കരയുന്ന കാണാം. എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. റബ്ബെ എങ്ങനെയാണ് ഇത് പറ്റുന്നത്, എനിക്കും വേണം റബ്ബെ എന്ന് എഴുതി വെച്ചത് ഓർമ്മയുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇന്നിപ്പം ഒരുപാടൊന്നും അറിയില്ലെങ്കിലും കുറച്ച് ഒരു 5-10 പേജുകൾ ശരിക്കും റിഫ്ലക്ട് ചെയ്ത് ഓതുമ്പം കരയാൻ പറ്റുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. നമ്മളെല്ലാവരെയും മനസ്സിലുള്ള ആഗ്രഹം തന്നെയാണ് ഇതിലെ. നമ്മളെല്ലാവരും ചിന്തിക്കാറുണ്ട്, നമ്മളെല്ലാവരും നമ്മളോട് തന്നെ ചോദിക്കാറുണ്ട്, നമ്മൾ എപ്പോഴെങ്കിലും ഇടയ്ക്കെങ്കിലും ദുആയും ചെയ്യാറുണ്ട് ഈ കാര്യം ചിന്തിച്ചിട്ട്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത്, ശരിക്കും അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുപാട് ബർക്കത്ത് കൊണ്ടുവന്നു. എന്തുകൊണ്ട്? ഈ ഒരു കാര്യത്തിനെ സീരിയസ് ആക്കി എടുത്തതുകൊണ്ട്,
സീരിയസ് ആയതുകൊണ്ടാണ് നമ്മളത് എഴുതിയത്. എഴുതുമ്പോൾ തന്നെ നമ്മൾ അതിനു വേണ്ടി ദുആ ചെയ്തിട്ടുണ്ടാവും അല്ലെ? ദുആ ചെയ്തിട്ടുണ്ട് ഒരുപാട്. അതിനുള്ള ഉത്തരങ്ങൾ തേടിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമുക്ക് അവിടെ ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടായിരുന്നു. ആ ഒബ്ജക്റ്റീവിന്റെ പിന്നാലെ പോയതാ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ സീരിയസ് ആക്കി എടുക്കുന്നിടത്താണ് എല്ലാം തുടങ്ങുന്നത്. അത് പോയിന്റ് ഔട്ട് ചെയ്യുന്നിടത്താണ് എല്ലാം തുടങ്ങുന്നത്. അൽഹംദുലില്ലാഹ്. ആ ഒരു കാര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ബർക്കത്ത് കൊണ്ടുവന്ന് തരും. നമ്മൾ ചിലപ്പോൾ ഇന്ന് വിചാരിച്ചാൽ നാളെ കിട്ടൂലായിരിക്കും. പക്ഷെ കാലങ്ങൾ കഴിയുമ്പോൾ നമുക്കെന്നെ അത്ഭുതം തോന്നും. സുബ്ഹാനല്ലാഹ്. ആൻഡ് വേറെ അത്ഭുതം തോന്നാൻ എൻ്റെ ആ ഒരു കുറേ ലോങ് ടേം അഡ്വാൻസ്ഡ് സ്റ്റഡി പ്ലാൻസ് ഒക്കെ ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെക്കൊണ്ട് അതൊക്കെ അങ്ങോട്ട് മാറ്റി വെപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്നെ തല്ലി ഖുർആനിലേക്ക് കൊണ്ടുവന്നതാണ്. ഇതാണ് റൈറ്റ് പ്ലേസ് എന്ന് തോന്നിപ്പിച്ചതാണ്. സുബ്ഹാനല്ലാഹ്. ശരിക്കും നമ്മക്കറിയില്ല എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, എവിടെ പഠിക്കണം എന്നൊന്നും അറിയില്ല. ഒന്നും നമുക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് അള്ളാന്റെ അടുത്ത് ചോദിച്ചുകൊണ്ടേയിരിക്കുക. സിൻസിയറായിട്ട് ആഗ്രഹിച്ച്, സിൻസിയറായിട്ട് ചോദിച്ച്, സിൻസിയറായിട്ട് അതിനെ എടുക്കുക. സീരിയസ് ആയിട്ട് എടുക്കുക. എന്നിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ഇടയ്ക്ക് വീണു പോവും, കുഴപ്പമില്ല. നമ്മൾ ഇടയ്ക്ക് ബിസിയാവും, കുഴപ്പമില്ല. ഇടയ്ക്ക് നമുക്ക് ഭയങ്കര നമ്പായിട്ട് ഒരു വികാരവും ഇല്ലാണ്ട്, ഈമാനില്ലാണ്ട് വല്ലാത്തൊരവസ്ഥ തോന്നും, കുഴപ്പമില്ല. ചിലപ്പോൾ നമ്മൾ ഐഹികമായിട്ടുള്ള പ്രശ്നങ്ങളെ നമ്മൾ ഓവർടേക്ക് ചെയ്യും. അല്ലാ അതാണ്, അതില്ലാണ്ട് അല്ലെങ്കിൽ ആ ഒരു കാരണം എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊക്കെ തോന്നും, കുഴപ്പമില്ല. എപ്പോഴും എപ്പോഴും നമ്മൾ നമ്മളോട് തന്നെ പറയാ, ഐ വിൽ കം ബാക്ക്. ഞാൻ വരും വിത്ത് ദ ഹെൽപ്പ് ഓഫ് മൈ റബ്ബ്. എൻ്റെ റബ്ബിന്റെ സഹായം കൊണ്ട്. അല്ലാഹുമ്മ ലാ സഹല ഇല്ലാ മാ ജഅൽതഹു സഹല. റബ്ബ് എളുപ്പാക്കിയ എല്ലാം എളുപ്പമാണ്. അപ്പം ഇതൊക്കെ താൽക്കാലികം മാത്രമാണ്. ഞാൻ തിരിച്ചു വരും, ഞാൻ തിരിച്ചു വരും, ഞാൻ കണ്ടിന്യൂ ചെയ്യുമെന്ന് നമ്മൾ നമ്മളോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് എൻ്റെ ആഖിറത്തിലുള്ള വിജയത്തിനേക്കാളും വലുതായിട്ട് ഒന്നുമില്ല. എനിക്ക് എൻ്റെ അമല് ബെസ്റ്റ് ആക്കണം. അഹ്സനു അമല, ആക്ച്വലി അക്സറു അമല അല്ല കേട്ടോ. അക്സറായിട്ടുള്ള അമല് നമുക്ക് വേണ്ട. നമുക്ക് അഹ്സനായിട്ടുള്ള അമല വേണ്ട. ഏറ്റവും ബെസ്റ്റ് അമല്. സുബ്ഹാനല്ലാഹ്. അതിന് എൻ്റെ ഈമാൻ ബെസ്റ്റ് ആവണം, എൻ്റെ യഖീൻ ബെസ്റ്റ് ആവണം. അതിന് വേണ്ട ഇൻപുട്ടാണ് എൽമ. അപ്പോൾ എൽമ ഇൻപുട്ടായിട്ട് കൊടുത്ത് ഈമാൻ ബെസ്റ്റ് ആക്കിയിട്ടില്ലേ, ഫീലിംഗ് ബെസ്റ്റ് ആക്കിയിട്ട് വേണം നമ്മൾ അത് അമലാക്കി മാറ്റാൻ. അപ്പം ഈ 3 കാര്യത്തിനെയും അതിൻ്റെതായ പെർസ്പെക്റ്റീവിൽ വേണം നമ്മൾ കാണാൻ. ഏതെങ്കിലും ഒന്നിൽ നമ്മൾ പെട്ടുപോയിട്ട് മറ്റൊന്നിനെ രണ്ടിനെ കുറിച്ചുള്ള ചിന്ത നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത്. ഇത് ഏതെങ്കിലും ഒന്നോ രണ്ടോ ചെയ്യുന്നതിൻ്റെ പുറമെ ഫൈനൽ പ്രൊഡക്റ്റ് എന്താണ്, എന്തിനാണ് ഞാനിത് ചെയ്യുന്നത് നമുക്ക് മറന്നു പോയത്. അപ്പോൾ എപ്പോഴും നമ്മൾ വീണ്ടും വീണ്ടും നമ്മളെ പേർപ്പസും പെർസ്പെക്റ്റീവും ഒക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. എന്തിനാണ്, എങ്ങനെയാണ് എന്നൊക്കെ. ഇബ്ലീസ് എപ്പോഴും ഡീവിയേറ്റ് ചെയ്യാൻ ശ്രമിക്കും. നമ്മൾ ഡീവിയേറ്റഡ് ആവില്ല. നമ്മൾ തിരിച്ചു വരും തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇനി ഞാൻ പറഞ്ഞ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഒരു ടിപ്പ് ഉണ്ട് അല്ലേ ഈ ഒരു കാര്യത്തിൽ. അതായത് നമ്മൾ പഠിച്ചതിനെ കുറിച്ച് സംസാരിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എത്ര എന്നെ കൊണ്ട് പറ്റൂല, പറയാൻ പറ്റൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിനുണ്ടാക്കുന്ന ഗുണം വേറെ ഒന്നിനും ഉണ്ടാക്കാൻ പറ്റൂല. സുബ്ഹാനല്ലാഹ്. ശരിക്കും ഒരു കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കമ്പ്യൂട്ടറിന്റെ പണ്ടൊക്കെ കമ്പ്യൂട്ടറിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പറയല് ഇൻപുട്ട് കീബോർഡ്, ഔട്ട്പുട്ട് മോണിറ്റർ അല്ലെ, പ്രോസസ്സർ, അതിൻ്റെ ഇടയ്ക്ക് CPU, അങ്ങനെ പറയാം. കീബോർഡ്, CPU, മോണിറ്റർ എന്നുള്ള പോലെ നമ്മൾ പഠിക്കാറ് ബേസിക് ആയിട്ട് കമ്പ്യൂട്ടറിനെ കുറിച്ച് പഠിക്കുമ്പോൾ. അപ്പം നമ്മൾ എന്ത് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാലും അത് കറക്റ്റായിട്ട് പ്രോസസ്സ് ചെയ്യുമ്പോഴേ അതിനൊരു ശരിക്കുള്ള ഔട്ട്പുട്ട് സ്ക്രീനിന് തരാൻ പറ്റുള്ളൂ അല്ലേ. ശരിക്കും നമ്മൾ സംസാരിക്കുമ്പോൾ, അതായത് എൽമെന്ന് പറയുന്ന ഇൻപുട്ട് നമ്മളുടെ ഉള്ളിലേക്ക് കൊടുത്തിട്ട് നമ്മൾ സംസാരിക്കുമ്പോഴാണ് നമ്മൾക്ക് അറിയുന്നത് അത് ശരിക്കും ആണോ നമ്മളുടെ ഉള്ളിൽ പ്രോസസ്സ് ആയിട്ടുള്ളത്. നമ്മൾ പ്രോസസ്സർ ഹാർട്ടാണെങ്കിലും ബ്രെയിൻ ആണെങ്കിലും ഓക്കെ, നമ്മുടെ ഹൃദയമാണെങ്കിലും തലച്ചോറാണെങ്കിലും ആ കിട്ടിയ എൽമിന് ശരിക്കും പ്രോസസ്സ് ചെയ്തിട്ടുണ്ടോ എന്ന് മനസ്സിലാവുക നമ്മളത് സംസാരിക്കുമ്പോഴാണ്. ഓക്കെ, ബിക്കോസ് അമല് ചെയ്യുമ്പം അത് നമ്മൾ മാത്രമേ അറിയുന്നുള്ളൂ അല്ലേ. അള്ളാഹു അതിനെ എങ്ങനെ സ്വീകരിക്കുന്നോ ഇല്ലെന്നൊന്നും നമുക്ക് അറിയില്ല. നമ്മളത് നമ്മളുടെ പ്രതീക്ഷയാണ്, നമ്മുടെ ദ്വാകളാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ എല്ലാവരുടെയും. പക്ഷെ സംസാരിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ പലപ്പോഴും നമ്മളൊരു അസംഷന്റെ മുകളിലായിരിക്കും പോകുന്നത്. ചില കാര്യങ്ങൾ നമ്മൾ വേറെ ആരോടെങ്കിലും പറയുമ്പോഴായിരിക്കും അതിനകത്തൊരു തെറ്റുണ്ടായിരുന്നു എൻ്റെ മനസ്സിലാക്കലിൽ നിന്ന് മനസ്സിലാവുന്നത്. അവർക്ക് തിരുത്തി തരാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തായാലും നമ്മളെ തെറ്റുകൾ തിരുത്തും. എന്നാലും സംസാരിക്കണം. ഓക്കെ, നമ്മൾ ഇൻപുട്ട് ചെയ്തതൊക്കെ കറക്റ്റായിട്ട് പ്രോസസ്സ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ സംസാരിക്കുക തന്നെ വേണം, പ്രോസസ്സ് ചെയ്യുക തന്നെ വേണം. അതിന് നമ്മൾ സംസാരിക്കുക. അപ്പം അതിന് നമ്മൾ ആ സംസാരം കേൾക്കാൻ 1 മില്യൺ ആൾക്കാരൊന്നും വേണ്ട. നമുക്ക് ഒരാള്, നമുക്ക് ഒരു സ്റ്റഡി പാർട്ട്ണറോ ഇനി നമ്മളെ ഹസ്ബൻഡോ നമ്മളുടെ മക്കളിൽ ഒരാളോ ആരെങ്കിലും മതി. അത് ശരിക്കും ഹെൽപ്പ് ചെയ്യും. ഓക്കെ, നമുക്ക് ശരിക്കും നമ്മൾ പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ, അമല് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഇത്ര ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം വേറെ ഇല്ല.
ചില ചലഞ്ചസ് ഉണ്ടാവും. നമ്മൾ ലോങ് ടേം ആയിട്ട് നമുക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്തത്. അതിന് സീരിയസ് ആയിട്ട് റീസൺസും ഉണ്ടാവും. അള്ളാഹ്ക്ക് അറിയുന്ന, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയുന്ന, ഒരുപക്ഷെ അള്ളാഹു നമ്മളെ സാവധാനം പഠിപ്പിക്കുന്ന റീസൺസ്, ഇന്ന കാരണം കൊണ്ടാണ് നിനക്കത് പറ്റാത്തത്, അതിങ്ങനെ ആയാൽ ശരിയാവും എന്ന് അള്ളാഹു പഠിപ്പിക്കുന്ന റീസൺസ് ഉള്ള ചില ചലഞ്ചസ് ഉണ്ടാവും. അതൊഴികെ ബാക്കിയുള്ള ഏതൊരു ഇൽമും അമലിലേക്ക് കൊണ്ടുവരാനുള്ള ഏറ്റവും ബെസ്റ്റ് വഴി എന്ന് പറയുന്നത് സംസാരിക്കുക, സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുള്ള കാര്യമാണ് നമ്മുടെ അടുത്ത് അല്ലേ. ഒരായത്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അല്ലെ, ഒരു ദൃഷ്ടാന്തത്തെ കുറിച്ചെങ്കിലും നിങ്ങൾ അത് കൺവേ ചെയ്യുക, സംസാരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനകത്ത് നമുക്ക് എല്ലാവർക്കും എളുപ്പവും ബർക്കത്തും തരട്ടെ. ആമീൻ. ഒരു എക്സ്പീരിയൻസും കൂടെ ഷെയർ ചെയ്തിട്ട് നമുക്ക് ഇന്നത്തത് വൈൻഡപ്പ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഞാൻ പറഞ്ഞു, നമ്മൾ സാധാരണയായിട്ട് എന്തെങ്കിലും എഴുതുമ്പോൾ അല്ലേ, എഴുതുമ്പോൾ ആണ് നമ്മൾ അത് സീരിയസ് ആക്കി എടുക്കുന്നത്. അപ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് തേടാൻ തുടങ്ങുന്നത്, അതിനുവേണ്ടി ദുആ ചെയ്യാൻ തുടങ്ങുന്നത്. അങ്ങനെ നമ്മൾ തേടുമ്പോൾ നമ്മളുടെ അടുത്ത് കണ്ണിന് മുമ്പിൽ മറഞ്ഞു നിൽക്കുന്ന പല കാര്യങ്ങളുടെയും ഉത്തരങ്ങൾ നമുക്ക് കിട്ടും. സുബ്ഹാനല്ലാഹ്. എൻ്റെ ഒരു കുഞ്ഞ് എക്സ്പീരിയൻസ്, അതായത് ഒരിക്കൽ നമ്മൾ ചിലപ്പോൾ നമ്മളെ തിന്മകൾ നമ്മൾ ഓവർടേക്ക് ചെയ്യുന്ന സമയമുണ്ട്. വല്ലാണ്ട് നമ്മൾ എത്ര വേണ്ടാന്ന് വെച്ചാലും ചിലതിനകത്ത് ചെന്ന് ചാടിയിട്ട് റബ്ബേ എന്താ ഇങ്ങനെ, റബ്ബേ എന്നെ കൊണ്ട് പറ്റുന്നില്ല, റബ്ബേ നീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം കഴുകി ശുദ്ധിയാക്കിയിട്ടില്ലേ റബ്ബേ, അതുപോലെ എന്തെങ്കിലും ഒരു വഴി ഞങ്ങൾക്ക് പറഞ്ഞു തായോ, ഇത് പെട്ടുപോണോ, എത്ര വേണ്ടാന്ന് വെച്ചിട്ടും പറ്റുന്നില്ല, ഞങ്ങളുടെ ഹൃദയത്തിനെ നീ കഴുകി ശുദ്ധിയാക്ക് റബ്ബേ എന്ന് പറഞ്ഞ് കരഞ്ഞ ഒരു ദുആ ചെയ്തത് എനിക്ക് ഓർമ്മയുണ്ട്. സുബ്ഹാനല്ലാഹ്. അത് നമ്മൾ പലതും പഠിക്കുമ്പോഴാണ്, അല്ലാഹ് അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴാണ് അതിനെ നമ്മൾ സീരിയസ് ആക്കി എടുക്കുന്നത്. അപ്പോഴാണ് ഈ ദുആ ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്. അത് ചെയ്ത് ആ ഒരു ദുആ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹൃദയശുദ്ധീകരണം സീരീസിൽ, ഹൃദയശുദ്ധീകരണത്തിൽ 29ാമത്തെ എപ്പിസോഡ് കേട്ടവരുണ്ടെങ്കിൽ ഓക്കെ, അതിനകത്ത് നമ്മൾ ഹൃദയത്തിലെ പാപത്തിൽ നിന്ന് ശുദ്ധിയാക്കുന്ന ഒരു ദുആ പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ആ ദുആയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ആ ക്ലാസ്സിൽ തന്നെ പറഞ്ഞ ഒരു ഹദീസ് പറയാം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം ശുദ്ധിയാക്കിയ ഒരു സമയം ഉണ്ടല്ലോ അല്ലേ, ഹൃദയം പുറത്തെടുത്ത് കഴുകി ശുദ്ധിയാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 സമയത്തുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുട്ടിയായിരിക്കുമ്പോൾ നടന്ന ഒരു ഇൻസിഡന്റിനെ പറ്റി അഹ്മദും ഹൈതമിയും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ട് അൽബാനി ഹസനാക്കിയിട്ടുള്ള ഒരു ഹദീസ് ഉണ്ട്. ഓക്കെ, ഹദീസിനകത്ത് പറയുന്നുണ്ട്, ഈ മലായിക്കത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ കിടത്തി ഹൃദയം ഇത് കീറിയിട്ട് ഹൃദയം പുറത്തെടുത്ത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് 2 ബ്ലാക്ക് ഡോട്ട്സ് എടുത്ത് മാറ്റി അല്ലേ, അത് നമുക്കറിയാം. എന്നിട്ട് ആ കൂട്ടത്തിൽ വന്ന ഒരു മലക്ക് വേറെ മലക്കിന്റെ അടുത്ത് പറയും, നീ കുറച്ച് മഞ്ഞിന്റെ വെള്ളം കൊണ്ടുതാ, എന്നിട്ട് അതുകൊണ്ട് കഴുകും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം. എന്നിട്ട് പറയും, നീ ആലിപ്പഴത്തിന്റെ വെള്ളം കൊണ്ടുവാ, അതുകൊണ്ടും കഴുകും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം തിരിച്ചു വെക്കും. സുബ്ഹാനല്ലാഹ്. ശരിക്കും ഇങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം കഴുകിയത്. ഹൃദയത്തിലുള്ള 2 കറുത്ത ഡോട്ട് എടുത്ത് മാറ്റിയിട്ട് മഞ്ഞിന്റെ വെള്ളം കൊണ്ടും ആലിപ്പഴത്തിന്റെ വെള്ളം കൊണ്ടും. ശരിക്കും ഈ ഒരു ദുആ, ഞാനിപ്പോൾ പറയാൻ പോകുന്ന ദുആ, അത് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹുമ്മ ഗ്സിൽ ഖൽബി ബിമാഇ വസ്സൽജി വൽ ബർദി. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവേ, എൻ്റെ ഹൃദയം നീ വെള്ളം കൊണ്ടും മഞ്ഞ് കൊണ്ടും ആലിപ്പഴം കൊണ്ടും കഴുകുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അല്ലാഹു അങ്ങനെ കഴുകി കൊടുത്തു. നമുക്കെന്താ അങ്ങനെ കഴുകാൻ വേണ്ടിയിട്ട് ദിവസവും ചോദിക്കാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ദുആ. അത് മാത്രമല്ല, നമ്മളുടെ നമസ്കാരത്തിന്റെ ഓപ്പണിംഗ് ദുആ അല്ലെ, വജ്ജഹ്തു പോലെ തന്നെ നമ്മൾ പഠിച്ച വേറൊരു ദുആ ആണ് അല്ലാഹുമ്മ ബഅദ് ബൈനി വ ബൈന ഖതായ. അതിനകത്ത് വരുന്നുണ്ട് എന്ത്, അല്ലാഹുമ്മ ഗ്സിൽനി മിൻ ഖതായ ബിസ്സൽജി വൽ മാഇ വൽ ബർദി. നീ എൻ്റെ തിന്മകളെ കഴുകി കളയെ വെള്ളം കൊണ്ടും മഞ്ഞ് കൊണ്ടും ആലിപ്പഴം കൊണ്ടും. സുബ്ഹാനല്ലാഹ്. അപ്പം അതേ കാര്യം നമ്മളെയും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഉറച്ച വിശ്വാസത്തോടു കൂടി നമുക്ക് റബ്ബിന്റെ അടുത്ത് ദുആ ചെയ്യാം അല്ലേ. ശരിക്കും ആ ഒരു ദുആ ഇത്രയൊന്നുമല്ല, കുറച്ച് ലോങ് ആണ്. അതിന്റെ ഓരോ പാർട്ടും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷമങ്ങളിലെ മിഅ്റാജ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മുഅ്ജിസത്തായിട്ട് കാണിച്ചു കൊടുത്തപ്പോൾ നമുക്ക് അതിന്റെ കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കാരം തന്നു അല്ലെ, നിങ്ങളുടെ മിഅ്റാജാണത്. അതെപ്പോഴും നിങ്ങൾക്ക് ഒരു ദിവസത്തിൽ 5 നേരം സുഖമായിട്ട് നിങ്ങൾക്ക് ആ മിഅ്റാജ് അനുഭവിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിലേക്ക് ഖുർആൻ കൊടുത്തപ്പം അതേ ഖുർആൻ നമ്മൾക്കും തന്നു അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് ഓരോ സമയത്ത് വഹയാക്കി അള്ളാഹു ഇറക്കിയപ്പോൾ ഓരോ സമയത്തും ആശ്വാസമായിരുന്നു. നമുക്കിപ്പോൾ ഖുർആനിലെ ഓരോ ആയത്തുകൾ നമ്മൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കുമ്പോൾ നമുക്ക് വേണ്ട ആശ്വാസങ്ങൾ, വേണ്ട ഉപദേശങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിലേക്ക് എത്തിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. അള്ളാഹു എല്ലാം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ തേടിയിട്ടില്ല. തേടാത്തത് കൊണ്ട് നമുക്കെല്ലാം പ്രയാസമായതാണ്. എല്ലാം നമുക്ക് പ്രയാസമാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു നമുക്കിങ്ങനെ അമലൊന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് അവരെ പോലെ ഒന്നും ആവാൻ പറ്റില്ല. നമ്മളിങ്ങനെ മാക്സിമം അന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ആ ഒരു സ്ക്വയർ വരച്ചിട്ട് അതിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് പോവാണ്ട് എങ്ങനെയെങ്കിലും നോക്കി ഓടി നടന്ന് കുറച്ച് ക്ലാസ് കേട്ട് 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 അങ്ങനെ ജീവിക്കുക. അങ്ങനെയല്ല. നമ്മളൊരു ഒബ്ജക്റ്റീവ് പോലെ അല്ലെങ്കിൽ ഒരു ലക്ഷ്യം വെച്ചിട്ട് ആ ഒരു വഴി കൂടെ അങ്ങനെ യാത്ര ചെയ്ത് ചോദിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത്ഭുതം പോലെ
അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം നമ്മളുടെ കയ്യിൽ കൊണ്ടുവന്ന് തരും. നമ്മൾ സീരിയസ് ആവുക, നമ്മൾ ഡെഡിക്കേറ്റഡ് ആവുക, നമ്മൾ കൺസിസ്റ്റന്റ് ആവുക. ഓക്കെ, അതിനകത്ത് ഉറച്ചു നിൽക്കുക. എന്തിനു വന്നു കഴിഞ്ഞാലും ഞാൻ പിന്മാറില്ല. ഇനി മാറിയാലും അത് 1 ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ, ഇനി ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും ഞാൻ തിരിച്ചു വരും. ഇത് താൽക്കാലികമാണ്. എൻ്റെ ലക്ഷ്യം ഇതല്ല. ഇതൊക്കെ താൽക്കാലികമാണ്. ഇതൊക്കെ അള്ളാഹ് സോൾവ് ചെയ്തോളും. എൻ്റെ ലക്ഷ്യം ഇതല്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും എളുപ്പമാക്കട്ടെ. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ക്ലാസ്സുകളിൽ കണ്ടിന്യൂ ചെയ്യാം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.